الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فسبح بحمد ربك وكن من الساجدين واعبدوا ربك حتى يأتيك اليقين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തുസൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദിയിലെ ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ വഫാത്ത് സംഭവിച്ചത്. ഈ കാലഘട്ടങ്ങളിൽ ധാരാളം വിഷയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അതിന്റെ മറുപടിയും അതുമായിട്ടുള്ള പഠനങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനും അറിയുവാനും ഒക്കെയുള്ള ധാരാളം ക്ലാസുകൾ പരിശുദ്ധ ഖുർആനിന്റെ, പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ പ്രവാചകന്റെ കൃത്യമായിട്ടുള്ള ചര്യകൾ ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്റെ ജീവിതാവസാനം വരെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ
ജീവിക്കുവാനുള്ള തൗഫീഖ് ലഭിച്ചു. ധാരാളം ആളുകൾക്ക് ഇൽമിയായിട്ടുള്ള സദസ്സുകളിൽ ധാരാളം അറിവുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പകരക്കാരായിട്ടുള്ള അള്ളാഹുവിൽ കൃത്യമായിട്ട് ഭയഭക്തിയുള്ള പണ്ഡിതന്മാരെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക പ്രഭാഷണങ്ങളിലും ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രസക്തി നൽകിയിരുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു രീതിയെ കുറിച്ചായിരുന്നു. കേവലം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ ശരിപ്പെടുത്തണം. അത് ജീവിതത്തിന്റെ അവസാന നിമിഷം, മരണം കൺമുമ്പിൽ എത്തുന്നത് വരെ ആ റബ്ബുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം. അദ്ദേഹത്തിന്റെ ധാരാളം പ്രഭാഷണങ്ങളിൽ കേൾക്കാൻ പറ്റുന്ന ഒരു വലിയ ഉപദേശമായിരുന്നു അത്. പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണത്. ആ നിർദ്ദേശത്തെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ ജീവിതം വഴിപിഴച്ചു പോകുന്നുണ്ടോ? അങ്ങനെ വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കിയാൽ മതി. ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സ്വന്തം ഉത്തരവാദിത്തം, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ അതിന്റെ അവസാനത്തെ 2 ആയത്തുകളാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. അതിന്റെ 98, 99 വചനം. ഇതിൽ ഈ 99ാമത്തെ ഈ അധ്യായത്തിലെ അവസാനത്തെ ഈ വചനം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ദുർവ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ആളുകളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഈ ആയത്തിന് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പരിശുദ്ധ ഖുർആൻ എന്തൊരു കാര്യമാണോ പറഞ്ഞു തന്നത് അതിന് അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥം നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാർക്ക് മുമ്പിൽ വളരെ താക്കീതായി കൊണ്ട് പറഞ്ഞതാണ്, ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന്. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടുത്തെ സ്വഹാബത്തിന്റെ കാലത്തും അത് സംഭവിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് ഹിജ്റിലെ അതിന്റെ 99ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് അഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ? ആ സത്യം നിന്റെ മുമ്പിൽ വന്നെത്തുന്നത് വരെ. ഏതാണ് ആ യാഥാർത്ഥ്യം? ഏതാണ് ആ ഹക്ക്? അതേ മലക്കുൽ മൗത്ത് നിന്റെ അടുത്ത് വന്ന് നിന്റെ മരണത്തിന്റെ സമയമായെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്ന സമയം വരെ നീ റബ്ബുമായിട്ടുള്ള ആരാധനയിൽ ഒരു വീഴ്ചയും ഉണ്ടാവരുത് എന്നാണ് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഈ ആയത്തിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ത്വരീഖത്തുകൾ എന്ന് പറയുന്ന ധാരാളം, നമ്മുടെ കേരളത്തിൽ പോലും ധാരാളം ശാഖകളുള്ള, ഒരുപാട് ആളുകളുള്ള പല ത്വരീഖത്തിലും അള്ളാഹുവുമായുള്ള ബന്ധം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവാണ് ആരാധ്യൻ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഇബാദത്തുകൾ വേണ്ടതില്ല എന്ന് ഈ ആയത്ത് കൊണ്ട് ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല തരീക്കത്തുകളും നമസ്കാരം ഉപേക്ഷിച്ച ആളുകളുണ്ട്. നിസ്കരിക്കുന്നില്ല, അവർ നിസ്കരിക്കൂല. എന്തേ? അതിന്റെ ആവശ്യമില്ല. എന്നാ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ ബോധ്യപ്പെട്ടാൽ മതി. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തുകളൊന്നും ആവശ്യമില്ല. ഈ ആയത്തിനെ പറഞ്ഞുകൊണ്ട്, ഈ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ടാണ് ആ തരത്തിൽ ആളുകളെ വഴിപഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു വഅദ് സദസ്സിൽ വന്ന് ആ വഅദ് സദസ്സിൽ നിന്ന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പൊ കുറച്ച് ആളുകൾ, കുറച്ച് മുസ്ലിയാക്കന്മാർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചത്രേ, നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളോട് ഇനി നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണ്. ചോദിച്ചു, ആരാ പറഞ്ഞത്? ഫുലാനും ഫുലാൻ, ഇന്നാലൊരു ഇന്ന ഷെയ്ഖ് ഞങ്ങളോട് പറഞ്ഞിരിക്കണ നിങ്ങൾ നിസ്കരിക്കണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിശാചിന്റെ ഷെറിൽപ്പെട്ട് ശൈത്താന്മാർ പറയുന്നതല്ല കേൾക്കേണ്ടത്, അള്ളാഹു പറയുന്നതാണ് കേൾക്കേണ്ടത്. അദ്ദേഹം ഒരു സമസ്ത പണ്ഡിതനാണ്. അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇങ്ങനെ വഴിപിഴപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. എത്ര സത്യമാ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ള പറഞ്ഞത്, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് വഴിപഴക്കുന്നത് പാലിൽ നിന്നും കിതാബിൽ നിന്നുമാണെന്നാ. അപ്പൊ സഹാബികൾ ചോദിച്ചു, ലബൻ, പാലിന്ന് എങ്ങനെ റസൂലുള്ള എന്റെ ഉമ്മത്ത് വഴിപഴക്കുക? സമൃദ്ധമായിട്ട് അവരുടെ ഉപജീവന മാർഗമാണ് പാല് എന്നത്. അപ്പൊ ജീവിതത്തിൽ ഉപജീവനത്തിന് സമൃദ്ധി വന്നു കഴിഞ്ഞാൽ, സാമ്പത്തികമായി നില മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകും. ഓർമ്മയില്ലാതെ വീണ്ടും സമ്പത്തിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കും. അതൊരു വലിയ അബദ്ധമായിരിക്കും. പിന്നെ ഖുർആനിൽ നിന്ന് എങ്ങനെ തെറ്റാന്ന് വെച്ചാൽ പറഞ്ഞത്, ആയത്തുകൾ അള്ളാഹു പറയാത്ത അർത്ഥത്തിലേക്ക് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ച് വഴിവഴിപ്പിക്കും എന്ന്. അതൊരു വലിയ സത്യമാണ്. അത് ഈ കാലഘട്ടത്തിലാണ് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഒരു വല്ലാത്ത അത്ഭുതമായിട്ട് നമുക്കിങ്ങനെ അതിന്റെ ഒരു മധുരം അനുഭവിക്കാൻ പറ്റാന്ന് പറയുന്നത് 99-ാമത്തെ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള 98-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. എന്തൊരു രസമാണ്, എന്തൊരു അത്ഭുതമാണെന്നറിയോ ഖുർആന്റെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രായോഗികത. വല്ലാത്തൊരു അത്ഭുതം. 99-ാമത്തെ ആയത്ത് കൊണ്ട് ഇനി നിങ്ങൾ നമസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വഴിപിഴപ്പിക്കുന്ന ആളുകളോട് അതിന്റെ തൊട്ട് മുമ്പിൽ ആയത്തൊന്ന് ഓതാൻ പറഞ്ഞാൽ മതി. തൊട്ട് മുമ്പത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ സുജൂദ് ചെയ്യുക, അഥവാ നമസ്കാരം നിർവഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരം ഇനി മതിയാക്കി, ഇനി നമ്മൾ നിസ്കരിക്കേണ്ട മർത്തബയിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കണം, നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന വഴിപിഴച്ച ആളുകളുടെ അവരുടെ പരിശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുക എന്നതാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനകൾ ധാരാളമായിട്ട് ഉണ്ടായിരിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലുള്ള പറഞ്ഞു തരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ നേർവഴിയിലാക്കിയ ശേഷം, അതായത് ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ ഒരു ഫളലാണ് അല്ലെ? മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഫളലാ. അങ്ങനെ ഒരാൾക്ക് മുസ്ലിം ആവാനുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് തന്നു. അത് ചില സബബുകൾ ഉണ്ടാകും. പക്ഷെ മുസ്ലിം മാതാപിതാക്കളിലൂടെ ആയിരിക്കും മുസ്ലിമായിട്ട് അല്ലാഹു നമ്മളെ കൊണ്ടുവരുന്നത്. ചില തീരുമാനങ്ങൾ അല്ലാഹുവിൻ്റെത് അങ്ങനെയാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ കുഫാറുകളായിരിക്കും, മുശ്രിക്കുകളായിരിക്കും, പക്ഷെ മക്കള് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാമിലേക്ക് മുസ്ലിമായിട്ട് വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സബബുകളുണ്ട്, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൂടെ ഇസ്ലാമായി കിട്ടി, നേർവഴിയിലായി. ഇനി എന്ത് വേണം? അല്ലാഹുവേ, ഞങ്ങൾ നേർവഴിയിലായതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ.
ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബന ലാ തുസിഅ ഖുലൂബന, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം ലഭിച്ചിട്ടുണ്ട്, ആ ലഭിച്ചതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് അഭയം. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീ അത്യുദാരനാണ്, നീ അത്യുദാരനാണ്. അത്യുദാരനായ അല്ലാഹ് നിന്റെ ആ ഒരു ഔദാര്യം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ഹൃദയത്തിന് നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹു ഞങ്ങളുടെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലാണ് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ മുറിയാതെയുണ്ട് എന്ന ഒരു ധാരണ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റുള്ളൂ. പ്രാർത്ഥനകൾ വളരെ കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് റബ്ബിൽ നിന്ന് നമ്മൾ ഒരുപാട് വഴിമാറി പോകുന്നുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടണം. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ഒരുപാട് ശ്രദ്ധയാണ്. നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ നാളെയുടെ കാര്യങ്ങളിൽ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ വിവാഹാന്വേഷണത്തിൽ, നമ്മുടെ വീട് പണിയിൽ എന്തൊക്കെ കാര്യങ്ങളാ മനുഷ്യൻ ദുനിയാവിൽ ചെയ്ത് അവൻ തീർക്കേണ്ടത് അവന്റെ അമാനത്തിൽപ്പെട്ടതാണ്. പിതാവിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിനോട്, മാതാവിന് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിനോട്, മക്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് കുടുംബത്തിനോട്. അങ്ങനെ ധാരാളം ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് കൂടിക്കലർന്ന ഇൻസാൻ എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യരെ. അങ്ങനെയാണ് പറഞ്ഞത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മതി എനിക്ക് എന്ന് പറയുന്നത് അഹങ്കാരമാണ്, അത് കിബറാണ്. അത് അങ്ങനെ പറയാൻ ആർക്കും കഴിയില്ല. അത് അള്ളാഹുവിന്റെ മാത്രം കഴിയുന്ന ഒന്നാണ്. അള്ളാഹു അവൻ മതിയായവനാണ്, അവൻ മതിയായവനാണ് സകലത്തിനും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവനക്ക് വേറെ ഏതെങ്കിലും ഒരു സഹായം ആവശ്യമില്ല. അവനക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള യാതൊന്നിന്റെയും ഒരു കൂട്ടായ്മയുടെ ആവശ്യം അവനില്ലാത്ത വിധം അവൻ ഏകനാണ്, അവൻ അതിന് മതിയായവനാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യർ നിങ്ങൾ വളരെ ദുർബലരാണെന്ന് പറഞ്ഞു. ദുർബലനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൽ ഞാൻ എനിക്ക് മതിയായവനാണ് എന്ന ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയാണ്, റബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഞങ്ങളുടെ നാഥ, തീർച്ചയായിട്ടും ഒരു നാൾ നീ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിലൊട്ടും സംശയമില്ല. നിശ്ചയമായും അല്ലാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടും. ആ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തോന്നിപ്പോവരുത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു അധ്യായത്തിൽ, അതിന്റെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അതിന്റെ 22-ാമത്തെ ആയത്തും 23-ാമത്തെ ആയത്തും ഒക്കെ ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടുന്ന അല്ലാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നിലനിർത്താൻ നമുക്ക് തോന്നിപ്പോകുന്ന, പ്രചോദനമാകുന്ന ചില ആയത്തുകളാണ്. ഈ ആയത്ത് നമ്മളുടെ ഹൃദയത്തെ ഒന്ന് ഭയപ്പെടുത്തും. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാനുള്ള സാഹചര്യം അല്ലാഹു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ യറൗനൽ മലായിക, മലക്കുകൾ എങ്ങനെ നേരിട്ട് കാണുന്ന ആ ദിവസം, ആ ദിവസം ലാ ബുശ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീൻ, അക്രമികളായ ആളുകൾ, അശ്രദ്ധരായ ഗഫലത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി നിലകൊള്ളാതെ ജീവിച്ച ആളുകൾ, അങ്ങനെ മരിച്ചുപോയ ആളുകൾ ആ മഹ്ശറയിൽ മലക്കുകൾ എങ്ങനെ നേരിൽ കാണുന്ന സമയം അവർക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ല, അവർക്ക് ആശ്വസിക്കുവാൻ ഒരു വകയുമില്ല. അങ്ങനെ ആ ഒരു വകയുമില്ലാതെ ഈ ദുനിയാവിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യാതെ അങ്ങനെ ഒരു ദിവസത്തെ ഓർക്കാതെ ജീവിച്ചു ജീവിതത്തിൽ മരിച്ചുപോയ ആളുകള് വയഖൂലൂന, അവര് പറയും ആ സമയത്ത് ഹിജ്റം മഹ്ജൂറാ,
അവരപ്പോഴാണ് അവർക്ക് ബോധ്യം വരിക. മലക്കുകളൊക്കെ കണ്ടു, മഹ്ശറയിൽ ഒരുമിച്ച് കൂടി. ഇവിടുത്തെ സ്ഥിതി ഒരല്പമല്ല പിടുത്തം വിട്ടിട്ടുണ്ട് എന്ന് തോന്നുമ്പോ അവർ പറയും കാത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. കാരണം ഇനി ഒരു കാവലില്ലാതെ ഇവിടുത്തെ രക്ഷയില്ലെന്ന് അപ്പ ബോധ്യപ്പെടും. വല്ല കാര്യമുണ്ടാ? ഇപ്പൊ ഇനി ഓർമ്മ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഓതുന്ന ഒരു ചെറിയ സൂറത്തില് നരകത്തെ നേർക്കുനേരെ കാണുന്ന ദിവസം മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് മുഴുവനും അവൻ ഓർമ്മ വരും. ഈ നരകം കാണാനുള്ള കാരണം എന്തേന്ന് മുഴുവൻ ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഓർമ്മ വന്നിട്ട് കാര്യമില്ല. ഓർമ്മ ഇവിടെ ജീവിതത്തിൽ വേണം. ആരോഗ്യമുണ്ടാകുമ്പോ, ആയുസ് ഉണ്ടാകുമ്പോ, സാമ്പത്തികമായിട്ട് നമുക്ക് പ്രയാസങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ, ഉള്ള സമയത്തും സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. എനിക്കൊന്നും കഷ്ടപ്പാട്, എനിക്കൊന്നും കൊടുക്കാനില്ല എന്നല്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് അള്ളാഹ് നൽകിയതിൽ നിങ്ങൾ കൊടുത്തോളി എന്നാ പറഞ്ഞത്. നിങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് തന്നതാ. എന്താണോ അതിന് കൊടുത്തോളി, അതിന് കൊടുത്തോളി. അതിന് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തോളൂ. നാളെ മഹ്ശറയിൽ ചെന്നിട്ട് നഷ്ടപ്പെട്ടല്ലോ, കാത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ പ്രയോഗം തന്നെ വല്ലാതെ യഖൂലൂന, അവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആളുകള് ഹിജ്റം മഹ്ജൂറ, ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങളെ കാത്തുകൊള്ളണേ. ആ ഒരു ആലോചന ദുനിയാവിൽ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. വലിയ ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അതിന്റെ അവസാന ഭാഗം മാത്രമാണ്. വലിയൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അതിന്റെ അവസാന ഭാഗത്ത് ഏതാനും ചില പ്രാർത്ഥനകള് ആയിഷ റളിയല്ലാഹു അൻഹ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരു പ്രാർത്ഥനയുടെ ഭാഗത്ത് അതിലിങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, എനിക്ക് നീ സ്വർഗം നൽകണമേ അല്ലാഹ്. ഇത് നമ്മൾ ദിവസം ചോദിക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനിയിപ്പോ ഇതിന്റെ ഈ പദപ്രയോഗങ്ങൾ ഇങ്ങനെ തന്നെ പറയാൻ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്കറിയുന്ന ഭാഷയിൽ പറയണം. ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കുന്നുണ്ട്. ഖുതുബയിൽ പരാമർശിക്കുന്ന പ്രാർത്ഥനകൾ ഒരു ചെറിയ നോട്ടീസായിട്ട്, ചെറിയ അതിന്റെ രൂപങ്ങളായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൈകളിൽ കിട്ടാൻ തരത്തിലുള്ള ഒരു പരിശ്രമം ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് അറബി മൂല്യത്തിൽ തന്നെ വായിച്ചു പഠിച്ച പ്രാർത്ഥന പഠിച്ചിരിക്കാൻ നമുക്കത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാം, നിങ്ങള് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു, വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, പടച്ചവനെ എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ആ സ്വർഗം എനിക്ക് ലഭിക്കണം, അത് നിന്നോട് ചോദിക്കാം. അപ്പൊ സ്വർഗം ലഭിക്കാൻ എന്ത് വേണം? നമ്മുടെ സംസാരങ്ങൾ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ളതായിരിക്കണം. നമ്മൾ ഏതു കാര്യത്തിൽ പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഒരാളോടുള്ള പരിഹാസ്യമോ അയാളോടുള്ള മറ്റേതെങ്കിലും വിദ്വേഷമോ ആവരുത്. ആ മനുഷ്യൻ അകപ്പെട്ടിട്ടുള്ള അതിന്റെ അപകടങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ ഉതകുന്നതാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ എഴുതുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്ന ഒരു കാലമാണ്. പല ആളുകളും എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ അതിന്റെ ഉദ്ദേശം അവരെ പരിഹസിക്കാനാണെങ്കിൽ അത് അറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ഹൃദയത്തെ കുറിച്ച് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവനത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അത് കൃത്യമായിട്ട് നമുക്ക് നാളെ മഹ്ശറയിൽ അതിന്റെ പ്രതിഫലം എന്താണോ അത് ലഭിക്കും. അപ്പൊ നമ്മൾ എഴുതുന്നത് അപകടത്തിൽ പെട്ടുപോയ ഒരു ജനത ആ വായിക്കുമ്പോ അതിന്റെ അപകടം മനസ്സിലാക്കി തെറ്റുതിരുത്തി ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക് തിരിച്ചു വരാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കും. അല്ല പരിഹസിക്കാനാണോ? ഇവിടെയാണ് ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ പ്രവർത്തനവും എന്റെ സംസാരവും എനിക്ക് ആ സ്വർഗം ലഭിക്കാനുള്ളതാക്കി തരണമേ അല്ലാഹ്. അല്ലാഹുവേ നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ആ നരകത്തിലേക്ക് എനിക്ക് എത്തുന്ന തരത്തിലുള്ള എന്റെ വർത്തമാനമോ
എന്റെ പ്രവൃത്തിയോ ഉണ്ടാവാതിരിക്കാനും അല്ലാ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എന്നിട്ട് പറയാണ് വഅസ്അലുക അൻ തജ്അല കുല്ല ഖളാഇൻ ഖളൈതഹു ലിഖൈർ. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്ന നിന്റെ ഖളാഉകൾ അല്ലാ അത് എനിക്ക് ഖൈറായ രൂപത്തിൽ നീ ആക്കി തരണേ അല്ലാ. അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ ഖളാഉകൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അപ്പോ അതെന്താണ്? അള്ളാഹു എന്റെ മേൽ നീ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അതെനിക്ക് നീ ഖൈറാക്കി തരണേ അല്ലാ. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതാണ്. നമ്മുടെ ഏത് പ്രാർത്ഥന, എന്തു നമ്മുടെ ആരാധനകൾ കഴിഞ്ഞാലും ഉടനെ നമുക്ക് അള്ളാഹുവിനോട് പറയണം, റബ്ബന തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ, ഞങ്ങൾ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. തീർച്ചയായിട്ടും ഇത് നീ സ്വീകരിച്ചാലേ ഞങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അള്ളാഹുവേ നീ സ്വീകരിക്കണമേ ഈ ചെയ്ത പ്രവൃത്തിയെ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ, അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ മഹ്ശറയിൽ മനുഷ്യർ അവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ തരത്തിലുള്ള അവിടുന്ന് വിലാപങ്ങൾ കൊണ്ട് നമ്മൾ നഷ്ടക്കാരിൽ പെടാതിരിക്കുവാനാണ് ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനില് സൂറത്തു ഫുർഖാനിലെ അതിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, ഞങ്ങളെ കാത്തുകൊള്ളണമേ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പേടിച്ച് ഭയപ്പെട്ട് ആ മഹ്ശറയിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ആളുകൾക്ക് നേരെ വഖദ്ദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻശൂറാ. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പൊടികളാക്കി, കാറ്റടിച്ച് പാറിപ്പോകുന്ന പൊടികളെ പോലെ ഒന്നും അവരിടത്തില്ലാത്ത അവസ്ഥയിലേക്ക്, അവരുടെ എന്ത് ദുനിയാവിൽ അവർ പ്രവർത്തിച്ചൊക്കെ നഷ്ടക്കാരായിക്കൊണ്ട് മഹ്ശറിൽ എത്തുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്നതാവണം. ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നതാവണം. ഇതല്ലാത്ത ഒരു പ്രവർത്തനങ്ങളും നമുക്ക് പടച്ച തമ്പുരാന്റെ കോടതിയിൽ നമുക്ക് ലഭിക്കുകയില്ല. നാളെ മഹ്ശറയിൽ ചെല്ലുന്ന മനുഷ്യർ ഈ ദുനിയാവില് അവരുടെ ജീവിതത്തിനു വേണ്ടി ധാരാളം സമയമുണ്ടായിട്ടും ആയുസ്സും ആരോഗ്യവും ഒക്കെ അനുകൂലമായി ഉണ്ടായിട്ടും പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് നമ്മൾ അയച്ച ഈ ദുനിയാവിൽ സകലതും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ റബ്ബിനോടുള്ള ഓർമ്മയില്ലാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ അത് വല്ലാത്ത ഒരു നഷ്ടത്തിലേക്കായിരിക്കും ആ മനുഷ്യന്റെ യാത്രയെന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പലവിധ കാര്യങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും ഓടേണ്ടവരാണ്, പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോഴൊന്നും നമ്മുടെ നമസ്കാരങ്ങളെ കുറിച്ച്, നമ്മുടെ ദിക്റുകളെ കുറിച്ച്, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ ഗഫലത്തിൽ, അശ്രദ്ധയിലാവരുത്. ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. മലക്കുൽ മൗത്ത് നേർക്ക് നേരെ നമ്മുടെ മുമ്പിൽ വന്നെത്തുന്ന സമയത്ത് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടുന്ന ആ നഷ്ടകാരിൽ ഒരിക്കലും നമ്മൾ ചെന്നു ചേരരുത്. സന്തോഷത്തോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക.
നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനില് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണത്തിലാണ്. നബലുവന്നക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ ജനത അനുഭവിക്കുക. വലിയ വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ശരീരത്തിന് തന്നെ നഷ്ടമുണ്ടായിക്കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവും. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പാട്, അതൊക്കെ ഒരുപോലെ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ മുമ്പിൽ ഇന്ന് ആ ഫലസ്തീനിലെ മക്കളാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം ജുമഅയിൽ വന്ന ആളുകൾക്ക് മുമ്പിൽ ഖതീബ്, അദ്ദേഹം അതിന്റെ തുടക്കം ആ ഹംദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഖുതുബ പറയാൻ നിങ്ങളോട് സംസാരിക്കുവാനുള്ള ആരോഗ്യം വിശപ്പ് കൊണ്ട് എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്ന ഖുതുബ കേൾക്കാൻ വിശപ്പ് നിങ്ങളെയും സമ്മതിക്കുന്നില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബ അവസാനിപ്പിച്ചു. നമ്മുടെ ജീവിതത്തില് ലോകത്തുണ്ടായിട്ടുള്ള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഖുതുബ അവസാനിപ്പിച്ചത് മുസ്ലിം ലോകത്തിലില്ല. നമ്മുടെ സഹോദരങ്ങളാണ്. മുസ്ലിങ്ങളായി എന്ന ഒറ്റ കാരണത്തിലാണ് ആ ജനതയെ അവര് കൊന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് പൊടിയെടുത്ത് വായിലിട്ട് ചെറിയ മക്കള് ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്ന് ലോകത്തുള്ളവരെ കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പ്രാർത്ഥനക്ക് അള്ളാഹു അവർക്ക് നൽകുന്നത് രണ്ടു തരത്തിലുള്ള പരിഹാരമായിരിക്കും. അവരെ ശുഹദാക്കളുടെ പട്ടികയിൽ ചേർത്താൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവന്മാർ അവരാണ്. സ്വന്തം നാടിനു വേണ്ടി, സ്വന്തം ദീനിനു വേണ്ടി ഈ രാജ്യത്ത് വെച്ച് ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ലോകത്ത് അവർക്ക് ലഭിക്കുന്നത്. അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ഇസ്സത്തോടുകൂടി ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് തലയുയർത്തി പറയാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ജനത മരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതും വലിയ ഖൈറാണ്. ഏതായാലും ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവരനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും എളുപ്പം അവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ദുനിയാവിൽ അവർ സഹിച്ചതിന്റെ പേരിൽ, ജീവൻ കൊടുക്കേണ്ടി വന്നതിന്റെ പേരിൽ അല്ലാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറി നടക്കുന്ന നിന്റെ ശുഹദാക്കളിൽ അല്ലാഹുവേ അവരെയും നീ ചേർക്കണമേ. അല്ലാഹുവേ, ആ രാജ്യത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും നിറകെട്ട മനുഷ്യൻ, ആളുകളുടെ ചോര കണ്ട് മതിയാവാത്ത അല്ലാഹുവേ, ഈ ദുനിയാവിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ അവർക്ക് നീ ശിക്ഷ നൽകി നാഥാ, അവരുടെ ഷർറിൽ നിന്ന് ആ ജനതയെ നീ സംരക്ഷിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.